എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും തൻ്റെ ഇഷ്ടാനുസരണം ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ഒന്നെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ വണ്ടിക്ക് വേഗത കൂടുന്നു, ആക്സിലറേറ്റർ കുറയുമ്പോൾ ഒന്നെങ്കിൽ വണ്ടി ഓഫായി പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. ഇങ്ങനെ സാധാരണ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ വണ്ടി പഠിക്കുന്ന ഒരാൾക്ക് എങ്ങനെ കൃത്യമായിട്ട് നല്ല രീതിയിൽ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ പതിവ് പോലെ തന്നെ വണ്ടി ഓടിച്ചാണ് അതിനുള്ള ഒരു ഉത്തരം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുകയാണ്. ചെറിയൊരു ഗട്ടറാണ്. വണ്ടിക്ക് ഞാൻ അത്യാവശ്യം ഒരു മൂവ്മെന്റ് ആക്കുന്നു, സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ചെറിയൊരു ഇറക്കമാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലുമായിട്ടുണ്ട്. കാരണം ഗട്ടറുണ്ട്, അതുകൊണ്ടാണ് ക്ലച്ചിലും കൂടെ കാല് വന്നേക്കുന്നത്. വീണ്ടും ഞാൻ ഇത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. ഓക്കെ, എനിക്ക് ഈ സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോടൊന്ന് പറയാം. അതിനുശേഷം ഗിയർ ചേഞ്ച് ചെയ്ത് നിങ്ങളെ ഒന്ന് കാണിച്ചും തരാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുന്നു. അതിനുശേഷം നമ്മൾ വണ്ടിക്ക് ഒരു മൂവ്മെന്റ് ആയതിനു ശേഷമാണ് നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നത്. സെക്കൻഡ് ഗിയർ കൊടുത്ത് നിങ്ങൾ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും സ്ട്രെയിറ്റ് റോഡ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തേർഡ് ഗിയർ കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് ഗിയർ ഇട്ടതിന് ശേഷം നല്ല രീതിയിലുള്ള ഒരു ആക്സിലറേറ്റർ കൊടുത്ത് മാത്രമേ നിങ്ങൾ തേർഡ് ഗിയർ ഇടുവാൻ പാടുള്ളൂ. ഒരു കാരണവശാലും തീർത്തും ആക്സിലറേറ്റർ സെക്കൻഡ് ഗിയറിൽ കുറയുവാൻ പാടില്ല. അതായത് ഫസ്റ്റ് ഗിയറിനെ അപേക്ഷിച്ച് വീണ്ടും നമ്മൾ സെക്കൻഡ് ഗിയറിൽ നിന്ന് അടുത്തൊരു ഗിയറിലേക്ക് ഇടുമ്പോൾ ആക്സിലറേറ്റർ കൊടുക്കുന്നതിന്റെ അളവ് ഒരു കാരണവശാലും കുറയുവാൻ പാടില്ല. കുറഞ്ഞാലുള്ള ഒരു പ്രശ്നം, നിങ്ങൾക്ക് തേർഡ് ഗിയർ ഇട്ട് വണ്ടി വളരെ സുഗമമായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ റണ്ണിങ് കുറയുകയും നിങ്ങൾക്ക് ഒരു പക്ഷെങ്കിൽ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട അവസരങ്ങൾ വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കുക. നമുക്ക് ഓരോ ഗിയറും മുന്നോട്ടിട്ട് ഓടിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ ഓരോ ഗിയറും മുന്നോട്ട് ഇടുവാനായിട്ട് പാടുള്ളൂ. പിന്നെ നമ്മൾ ഒരു ഇറക്കമാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു ഇറക്കമാണ് ഇറങ്ങിപ്പോകുന്നത് തേർഡ് ഗിയറിലാണ്. ഇപ്പോൾ എനിക്കിതേ ഫോർത്ത് ഗിയർ കൊടുക്കാം. കാരണം വേറെ പ്രശ്നമൊന്നുമില്ല, വണ്ടിക്ക് ഓൾറെഡി റണ്ണിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫോർത്ത് ഗിയർ ആണ് കൊടുത്തേക്കുന്നത്. ചെറിയൊരു വളവാണ്, ഇടുങ്ങിയ റോഡ് ആണ്. അതുകൊണ്ട് ഫോർത്ത് ഗിയറിൽ ഇപ്പോൾ എനിക്ക് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. വണ്ടി ഇപ്പം ഞാൻ നിർത്തി, വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഈ വളവ് ടേൺ ചെയ്യാൻ പോവുകയാണ്. വലത്തോട്ടാണ് തിരിയുന്നത്, അതുകൊണ്ട് ഇൻഡിക്കേറ്റർ ഞാൻ ഇടുന്നു. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ എല്ലാ ഗിയറും ഒന്ന് ചേഞ്ച് ചെയ്ത് കാണിക്കാം. അത്യാവശ്യം ഒരു നിരപ്പ് റോഡ് വന്നു. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ്, വണ്ടി ചെറിയൊരു ഇറക്കമാണ് പോകുന്നത്. അത് ഞാൻ വീണ്ടും ഇറക്കമായതുകൊണ്ട് തന്നെ സെക്കൻഡ് ഗിയർ കൊടുത്തു. വീണ്ടും ഞാൻ വണ്ടിക്ക് ആക്സിലറേറ്റർ നല്ല രീതിയിൽ കൊടുക്കുന്നു. വീണ്ടും ഞാൻ തേർഡ് ഗിയർ കൊടുക്കുന്നു. വീണ്ടും വണ്ടിക്ക് കുറച്ചും കൂടെ മൂവ്മെന്റ് കൊടുത്തതിന് ശേഷം ഞാൻ ഇതേ ഫോർത്ത് ഗിയർ കൊടുത്തു. വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതേ ഞാൻ ഫിഫ്ത്ത് ഗിയർ കൊടുത്തു. ഇപ്പോൾ നിലവിൽ 5ാമത്തെ ഗിയറിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ആവറേജ് ഒരു സ്ട്രെയിറ്റ് റോഡ് ആയതുകൊണ്ട് മാത്രമാണ് പെട്ടെന്ന് തന്നെ ഈ ഫിഫ്ത്ത് ഗിയറിലേക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഞാൻ വീണ്ടും ഫിഫ്ത്തിൽ നിന്ന് ഫോർത്ത് കൊടുത്തു. കാരണം പോകുവാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഫോർത്ത് കൊടുത്തു. ചെറിയൊരു വളവ് വന്നു, ഒരു ഗട്ടർ വരികയാണ്. ഞാൻ പെട്ടെന്ന് ഇതേ തേർഡ് ഗിയർ അങ്ങ് കൊടുത്തു. വീണ്ടും ഞാൻ ഇതേ സെക്കൻഡ് ഗിയർ കൊടുക്കുകയാണ്. ഒരു നല്ലൊരു ഗട്ടർ വന്നു, അതുകൊണ്ട് ഞാൻ സെക്കൻഡ് കൊടുത്ത് ആ ഗട്ടർ ഇറങ്ങുകയാണ്. ഈ ഗട്ടർ കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ഗട്ടർ ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ പോകുവാൻ പാടുള്ളൂ. ഞാനിപ്പോൾ വണ്ടി സൈഡ് ഒന്ന് ചെറുതായിട്ട് ഒതുക്കി ഫസ്റ്റ് ഗിയർ കൊടുത്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊരു സ്ട്രെയിറ്റ് റോഡിൽ ആക്സിലറേറ്റർ കൊടുത്ത് മറ്റൊരു ഗിയർ ഇടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ആക്സിലറേറ്റർ കൊടുത്ത് നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുന്നു. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചെറുതായിട്ട് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ് ആയതിനു ശേഷം മാത്രമേ നിങ്ങൾ തേർഡ് ഗിയർ ഇടുവാൻ പാടുള്ളൂ. ഒരു കാരണവശാലും സെക്കൻഡ് ഗിയറിൽ നിന്ന് നിങ്ങൾ തേർഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് വണ്ടിയുടെ മൂവ്മെന്റ് കുറയുവാൻ പാടില്ല. വണ്ടിയുടെ മൂവ്മെന്റ് കുറഞ്ഞാലുള്ള ഒരു പ്രശ്നം, വണ്ടി സെക്കൻഡ് ഗിയറിൽ പോകുന്ന അവസരങ്ങളിൽ വണ്ടി നിന്നു പോകുവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ട അവസരങ്ങൾ കൃത്യമായിട്ടും വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിട്ടും ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് വേഗത വന്നതിന് ശേഷം മാത്രം സെക്കൻഡ് ഗിയറും വീണ്ടും സെക്കൻഡ് ഗിയറിൽ നിന്ന് നിങ്ങൾ തേർഡ് ഗിയർ കൊടുക്കുമ്പോഴും
ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് വേഗത കൂട്ടി തേർഡ് ഗിയർ കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഫോർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് കുറച്ചും കൂടെ വേഗതയായതിനു ശേഷം മാത്രം ഫോർത്ത് ഗിയർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. വീണ്ടും ഫിഫ്ത്ത് ഗിയർ കൊടുക്കുമ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഇനി നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ, ഒരു നിരപ്പത്ത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എടുക്കുമ്പോൾ വണ്ടിയുടെ ആക്സിലറേറ്റർ കൺട്രോൾ എങ്ങനെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം. നിരപ്പത്താണെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ആക്സിലറേറ്റർ കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ ക്ലച്ചിൽ നിന്ന് കാലയച്ചാൽ നിങ്ങൾക്ക് വണ്ടി വളരെ എളുപ്പത്തിൽ എടുക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കയറ്റത്താണ് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആക്സിലറേറ്റർ കുറച്ചും കൂടെ കൂടുതൽ കൊടുക്കേണ്ടതായിട്ട് വരും. കുറച്ചും കൂടെ കൂടുതൽ ആക്സിലറേറ്റർ കൊടുക്കുകയും അതിനോടനുബന്ധിച്ച് ക്ലച്ചിൽ നിന്ന് കാലെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി എടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ആക്സിലറേറ്റർ കൺട്രോളിന്റെ കാര്യം നിങ്ങളുടെ മനസ്സിലൊന്ന് ഉണ്ടായിരിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞു തരാം. ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ കൊടുത്തേക്കുകയാണ്. വണ്ടി ആവറേജ് ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി മുന്നോട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം ആക്സിലറേറ്റർ കൊടുത്താണ് വണ്ടി മുന്നോട്ട് എടുത്തത്. എന്നെങ്കിൽ മാത്രമേ വണ്ടിക്ക് മൂവ്മെന്റ് ആകത്തുള്ളൂ. അതിനുശേഷം ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്തു. സെക്കൻഡ് ഗിയർ കൊടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത അത്രയധികം ആക്സിലറേറ്റർ കൂടുതൽ കൊടുത്താൽ സംഭവിക്കുന്നത് വണ്ടിയുടെ വേഗത കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വണ്ടി സ്ലോ ആയിട്ടാണ് കൊണ്ടുപോകണം, സെക്കൻഡ് ഗിയറിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത അത്രയധികം ആക്സിലറേറ്റർ നിങ്ങൾ സെക്കൻഡ് ഗിയറിൽ കൊടുക്കേണ്ടതായിട്ടില്ല ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ പോകുന്ന സാഹചര്യങ്ങളിൽ. ഇപ്പൊ ഞാൻ ചെറുതായിട്ടാണ് ആക്സിലറേറ്റർ കൊടുക്കുന്നത്. ഫസ്റ്റ് ഗിയറിൽ കൊടുത്ത അത്രയധികം ആക്സിലറേറ്റർ ഞാൻ കൊടുത്തായിരുന്നെങ്കിൽ വണ്ടിയുടെ വേഗത വീണ്ടും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു സെക്കൻഡ് ഗിയറിൽ വണ്ടിയുടെ വേഗത കുറച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുമ്പോൾ വളരെ സ്ലോ ആയിട്ട് നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ ഞാനിതേ വീണ്ടും ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നു. ഞാൻ സെക്കൻഡ് ഗിയറിൽ നിന്ന് തേർഡ് ഗിയർ കൊടുത്തു. ഓൾറെഡി വണ്ടിക്ക് സ്ട്രെയിറ്റ് റോഡിൽ റണ്ണിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആക്സിലറേറ്റർ കൊടുക്കേണ്ടതായിട്ട് ഇല്ല. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം ആക്സിലറേറ്റർ കൊടുത്ത് റൺ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുക. അതായത് നമുക്ക് ഓരോ ഗിയറും മാറി വേഗത്തിൽ മറ്റൊരു ഗിയറിലേക്ക് പോകണം, വണ്ടിക്ക് കുറച്ചും കൂടെ വേഗത കൂട്ടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഗിയർ ചേഞ്ച് ചെയ്യുമ്പോഴും ആക്സിലറേറ്റർ കൂടുതൽ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകത്തുള്ളൂ. എന്നാൽ നമുക്ക് സെക്കൻഡ് ഗിയറിലോ അല്ലെങ്കിൽ തേർഡ് ഗിയറിലോ ഒക്കെ വണ്ടി നമുക്ക് കുറച്ചും കൂടെ വേഗത കുറച്ച് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ കൊടുക്കുന്ന അത്രയധികം ആക്സിലറേറ്റർ ചവിട്ടി കൊടുക്കാതെ ചെറിയൊരളവിൽ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുക. അപ്പോൾ വണ്ടി നമുക്ക് വേഗത കുറച്ച് സെക്കൻഡ് ഗിയറിലും തേർഡ് ഗിയറിലും ഒക്കെ ഓടിക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് വണ്ടിയുടെ വേഗത കുറച്ചും കൂടെ കുറച്ച് ഓടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഇറക്കമാണ് വരുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ കാല് ബ്രേക്കിൽ ഉണ്ടായിരിക്കുക. ഒരു തേർഡ് ഗിയറിലൊക്കെ നിങ്ങൾ ഇറങ്ങി വന്നാലും നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വന്നാലും നമുക്ക് വണ്ടിയെ നിയന്ത്രിച്ച് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. വീണ്ടും വണ്ടിയുടെ വേഗത നിങ്ങൾക്ക് കുറച്ച് മാക്സിമം സ്ലോ ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസരമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബ്രേക്കിൽ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് വണ്ടിയുടെ വേഗത കുറച്ചും കൂടെ സ്ലോ ആയിട്ട് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ആക്സിലറേറ്റർ കൺട്രോളിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടി മുന്നോട്ടെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടിക്ക് മൂവ്മെന്റ് ആയി മറ്റൊരു ഗിയർ ഇടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓരോ ഗിയറും നമുക്ക് ചേഞ്ച് ചെയ്ത് നമുക്ക് ഓടിക്കണമെന്നുണ്ടെങ്കിൽ, നല്ല സ്ട്രെയിറ്റ് റോഡിൽ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സിലറേറ്റർ കൊടുത്ത് ഓരോ ഗിയറും ചേഞ്ച് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് വണ്ടിയുടെ വേഗത കുറച്ചാണ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ കൊടുക്കുന്ന അത്രയധികം ആക്സിലറേറ്റർ നിങ്ങൾ മറ്റൊരു ഗിയറിൽ കൊടുക്കാതിരിക്കുക. അതായത് ഫസ്റ്റ് ഗിയറിൽ വരുന്നതിനേക്കാളും കുറച്ച് ചെറിയൊരളവിൽ ആക്സിലറേറ്റർ കൊടുത്താൽ ഓൾറെഡി വണ്ടിക്ക് റണ്ണിങ് ഉള്ളത് കൊണ്ട് തന്നെ നിരപ്പായിട്ടുള്ള വഴികളാണെങ്കിൽ വണ്ടി നല്ല രീതിയിൽ തന്നെ നമുക്ക് സ്ലോ ചെയ്ത് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ വണ്ടി മാക്സിമം സ്ലോയിലാണ് ഓടിക്കുന്നത്. കാര്യം മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് വീഡിയോയിലൂടെ കാര്യങ്ങൾ പറഞ്ഞു തരണം. അതുകൊണ്ട് ഞാൻ മാക്സിമം സ്ലോയിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ ഗിയറും ചേഞ്ച് ചെയ്ത് ഓടിക്കാത്തത്. ഇതിനു മുന്നേ ഞാൻ എല്ലാ ഗിയറും ചേഞ്ച് ചെയ്ത് നിങ്ങൾ ഓടിച്ച് കാണിച്ചായിരുന്നു. ഞാനിപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. വീണ്ടും ഞാനിത് ആക്സിലറേറ്റർ കൊടുക്കുന്നു, തേർഡ് ഗിയർ അങ്ങ് കൊടുക്കുന്നു, വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുന്നു, ഫോർത്ത് ഗിയർ അങ്ങ് കൊടുക്കുന്നു, വീണ്ടും ഒരു ഗട്ടർ വന്നു, തേർഡ് ഗിയർ കൊടുത്തു, ഗട്ടർ വലുതായി, വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു, വണ്ടി വീണ്ടും മുന്നോട്ടെടുക്കുകയാണ്. ചെറിയൊരു കയറ്റമാണ്. ഓക്കെ, വീണ്ടും ഞാനിത് ആക്സിലറേറ്റർ കൊടുക്കുന്നു, വീണ്ടും സ്ട്രെയിറ്റ് റോഡ് വന്നു, തേർഡ് ഗിയർ കൊടുക്കുന്നു, വീണ്ടും ഞാനിതേ ഫോർത്ത് ഗിയർ കൊടുക്കുന്നു. നല്ലൊരു ഇറക്കമാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഫിഫ്ത്ത് ഗിയർ കൊടുത്തു. ഇപ്പം 5ാമത്തെ ഗിയറിലാണ് വണ്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഫോർത്ത് ഗിയർ കൊടുത്തു, വീണ്ടും തേർഡ് ഗിയർ കൊടുത്തു, വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയർ കൊടുത്ത് വണ്ടി സ്ലോ ആക്കി, വീണ്ടും ഞാൻ ആക്സിലറേറ്റർ കൊടുക്കുന്നു, തേർഡ് ഗിയർ അങ്ങ് കൊടുക്കുന്നു,
വണ്ടി സ്ട്രൈറ്റ് റോഡിൽ പോവുകയാണ്. ചെറിയൊരു ഇറക്കം വന്നു. വീണ്ടും ഞാൻ ഇതേ 4th ഗിയർ കൊടുത്ത് വണ്ടി ഇറക്കം ഇറങ്ങുകയാണ്. നമുക്ക് 5th കൊടുക്കുവാനായിട്ട് സാധിക്കത്തില്ല, കാരണം ചെറിയൊരു ഇറക്കമാണ്, ചെറിയ റോഡുമാണ്. നമ്മൾ 5th കൊടുത്താൽ വണ്ടിയുടെ ഓൾറെഡി സ്പീഡ് കൂടും. അതുപോലെ തന്നെ കുത്തനെയുള്ള ഒരു ഇറക്കമാണെങ്കിൽ നമ്മൾ ഒരു കാരണവശാലും അത് ചെയ്യുവാനായിട്ട് പാടില്ല. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഒരു ആക്സിലറേറ്റർ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അവസരങ്ങളിൽ ആക്സിലറേറ്റർ കൺട്രോൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഞാൻ വണ്ടി വീട്ടിലേക്ക് കയറ്റി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും മുന്നിൽ ചെറിയൊരു ഇടയുള്ളൂ, അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം കയറ്റി ഇടുവാനായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, ബൈ.